എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 2026 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ 2026 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നുള്ള തസ്തികയിലേക്ക് കഴിഞ്ഞ മാസം നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 54,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ ഏത്? എങ്ങനെയാണ് ചെയ്യാം? അതായത് ആകെ അയാളുടെ കയ്യിൽ 100% ഉണ്ടാവും അല്ലെ? ആ 100% ആണ് ആളുടെ കയ്യിലുള്ളത്. ഇനി 50% മകനും 23% മകൾക്കും നൽകി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയായി? 82% ആയി. ആ 82% 100 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ശതമാനമാണ് അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്ന് കിട്ടും അല്ലേ? അത് എത്രയാണ്? 18%ആണ്. ആ 18% എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 54,000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ 18% എന്ന് പറയുന്നത് ഏതാണ്? 54,000 രൂപയാണ്. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? 54,000 ഇൻറ്റു 100/18 അല്ലേ? 18 3 അല്ലേ? 54. അപ്പൊ 3000 ഇവിടെ വരും അല്ലെ? 3000 ഇൻറ്റു 100. ഇനി അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവര് ചോദിച്ചിരിക്കുന്നത് മകന് കൊടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. മകന് കൊടുത്ത സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ആകെയുള്ള സംഖ്യ എത്രയാണ്? ആകെയുള്ള സംഖ്യ എന്ന് പറയുന്നത് ആകെയുള്ള സംഖ്യ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ് അല്ലെ? 3 കഴിഞ്ഞ് എത്ര പൂജ്യം ഇടണം? 5 പൂജ്യം ഇടണം. അപ്പൊ 3 ലക്ഷം. ആ 3 ലക്ഷത്തില് മകന് നൽകിയത് എത്രയാണ്? 50% അപ്പൊ അതിന്റെ പകുതിയല്ലേ 50% എന്ന് പറയുന്നത്? 50/100 എന്ന് പറയുന്നത് ഹാഫ് അല്ലേ? അപ്പൊ 3 ലക്ഷത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.5 ലക്ഷം. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? ഇതിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കണേ? അതായത് 30 പുരുഷന്മാർ 24 ദിവസം 30 ഇൻറ്റു 24 ആകെ ജോലി. ഇനി ഈക്വൽ ടു എന്താണ്? 120 ദിവസം എത്ര ആളാന്ന് പറഞ്ഞിട്ടില്ല. എക്സ് ഇൻറ്റു 120 അല്ലെ? കാരണം എന്താണ്? പുരുഷന്മാര് ആകെ ആളുകൾ എന്ന് പറയുന്നത് 30 ഇവിടെ 24 ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ ടോട്ടൽ ജോലി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? 120 ദിവസമാണ് കയ്യിലുള്ളത്. അപ്പൊ എത്ര ആളുകൾ വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താവും? 30 ഇൻറ്റു 24/120 ആവില്ലേ? അപ്പോൾ ഇവിടെ 0 വെട്ടിക്കളഞ്ഞു. ഇവിടെ 4 ആവും. അപ്പൊ എന്താണ്? ഇവിടെ എന്താണ്? 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്ററിലും ആണ് സഞ്ചരിച്ചത്. സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ശരാശരി വേഗത നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? ശരാശരി വേഗത കണ്ടുപിടിച്ചാലാണ് ദൂരം വേഗത ഇൻറ്റു സമയം എന്നുള്ളത് പറയാൻ പറ്റുക. ശരാശരി വേഗത ഇൻറ്റു സമയം. അപ്പൊ ആദ്യം നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു പകുതി മറ്റേ പകുതി. അപ്പൊ എന്താണ്? ശരാശരി വേഗത കണ്ടുപിടിക്കാൻ 2xy/x + y ചെയ്താൽ മതി.
അതെങ്ങനെയാണ് ചെയ്യുക? എക്സ് ഇവിടെ എന്താണ്? 21 അല്ലെ? 2 ഇൻറ്റു 21 ഇൻറ്റു y എന്താണ്? 24 ബൈ 21 പ്ലസ് 24 അല്ലെ? അത് എത്രയാണ് വരിക? 2 ഇൻറ്റു 21 ഇൻറ്റു 24 ബൈ എന്താണിത്? 45 അല്ലെ? അപ്പൊ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കൂ. 45 അല്ലെ? 9 5 ആണ് 45. 3 പോവും അല്ലെ? 15 3 45. ഇവിടെ 7 3 21 അല്ലെ? ഇനി 15-ല് 3 പോവും. I 3 15. ഇവിടെ എന്താ വരിക? 8 3 24 അല്ലെ? ഇനി എന്തെങ്കിലും പോവോ? 8 7 56. 56 ഇൻറ്റു 2 56 ഇൻറ്റു 2 56 56 എത്ര വരാ? 112 അല്ലെ? ബൈ 5. അപ്പൊ എന്താ വരാ? ഈരഞ്ച് 10. 12-ല് ഈരഞ്ച് 10. പിന്നെ എന്താണ്? 20 വരും. 4 5 20 അല്ലെ? 22.4 ആണ് കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? ശരാശരി വേഗത എന്ന് പറയുന്നത്. അപ്പൊ ആ ശരാശരി വേഗത ആണ് വെച്ചെങ്കിൽ ഇനി സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടെത്തുന്നത്. അപ്പൊ എന്താണ്? ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയം. അപ്പൊ വേഗത എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്? ശരാശരി കണ്ടുപിടിച്ചത്? കാരണം രണ്ടും ഒരേപോലെയല്ല കിലോമീറ്റർ സഞ്ചരിച്ചത് അല്ലെ? ഒരേ വേഗതയിലല്ല സഞ്ചരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിച്ചത്. ആ ശരാശരി വേഗത ഇവിടെ ഇടുക. ഇൻറ്റു സമയം. സമയം എത്രയാണ്? 15 മണിക്കൂറാണ്. അപ്പൊ 22.4 ഇൻറ്റു 15. അത് എത്ര വെച്ചെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് വരാം. 22.4 ഇൻറ്റു 15. 14 20 2 ഈരഞ്ച് 10 2 12 1 ഈരഞ്ച് 10 1 11 4 4 2 2. അപ്പൊ എന്ത് വരും? 0 6 3 3 അല്ലെ? അപ്പൊ എന്താണ് വരിക? 336 കിലോമീറ്റർ എന്നല്ലേ വരിക? പോയിന്റ് ഇടണല്ലോ. അപ്പൊ ഒരു 0 പോവും. അപ്പൊ 336 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? 61-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 61-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 7 56 വരും. പിന്നെ റിമൈൻഡർ എത്രയാ വരിക? 5. ആ റിമൈൻഡർ 5 ദിവസം, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് 5 ദിവസം നോക്കുക. തിങ്കൾ കഴിഞ്ഞ എന്താണ്? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. 5-മത്തെ ദിവസം എന്താ വരിക? ശനിയാഴ്ചയാണ് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. അതായത് ഇവിടെ എത്രയാണോ റിമൈൻഡർ വരുന്നത് ആ റിമൈൻഡർ അത്രയും ദിവസം നമ്മൾ ഈ തിങ്കളാഴ്ചന്ന് കൂട്ടണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 34-മാണ്. നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇങ്ങനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എല്ലാം പറയുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് ഒരെണ്ണം മൈനസ് ചെയ്യുക. കാരണം എന്താണ്? 2 പ്രാവശ്യം കൂട്ടേണ്ട ആവശ്യമില്ല ഒരാളെ അല്ലെ? അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് പറയണത് 27 പ്ലസ് 34. ഇനി അതിന്ന് 1 മൈനസ് ചെയ്യണം. 11 1 6 61 മൈനസ് 1 60 ആണ് കുട്ടികളുടെ എണ്ണം ഉണ്ടാവുക. അപ്പൊ ഏതാണ് ആൻസർ വരിക? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5:30-ന് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത്? ഒന്നുമില്ല വെച്ചെങ്കിൽ നിങ്ങൾ എന്താണ് 11/2 m
മൈനസ് 30h എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ എം എന്താണ്? എം എന്ന് പറയുന്നത് 30 ആണ്, മിനിറ്റ് ആണ്. അവർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 11/2 ഇൻറ്റു 30 മൈനസ് 30 ഇൻറ്റു 5. അപ്പൊ 11 ഇൻറ്റു 15 മൈനസ് 30 ഇൻറ്റു 5. അപ്പൊ എത്രയാണ് വരിക? 15 ഇൻറ്റു 11 എങ്ങനെയാ കാണാ? 1 5 എഴുതുക, 1 5 കൂടി കൂട്ടി ഇത് എഴുതുക, 165 മൈനസ് 30 ഇൻറ്റു 5 150. അപ്പൊ നമുക്ക് എന്ത് വരും? 15 ഡിഗ്രി എന്ന് വരും. 15 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇത് നമ്മൾ ഓർത്തു വെക്കുക. 11/2 എം മൈനസ് 30h എന്നുള്ളത്. എം എന്ന് പറയുന്നത് മിനിറ്റിൽ എത്രയാണോ അത് എഴുതുക. എച്ച് എന്ന് പറയുന്നത് അവറിൽ എത്രയാണോ അത്. അവറിൽ ഇവിടെ 5 ആണ്, അതുകൊണ്ട് ഞാൻ 5 എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വേഗത്തിൽ കിട്ടാനുള്ള വേറൊരു മാർഗം കൂടിയുണ്ട്. അത് നമ്മുടെ ചാനലിലുള്ള പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക. എങ്ങനെയാണ് വരണേ നോക്കൂ. 2 സ്ക്വയർ അല്ലേ 4, 3 സ്ക്വയർ അല്ലേ 9, 7 സ്ക്വയർ ആണ് 49. ഇവിടെ എന്താണ്? 11 സ്ക്വയർ ആണ് 121, 13 സ്ക്വയർ ആണ് 169. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇതേതെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? 2, 3, പിന്നെ എന്താ വരിക? 5 സ്ക്വയർ ആണ് ഇനി വരേണ്ടത്. പിന്നെ 7, 11 അല്ലെ? ഇതെന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളുടെ എന്താണ്? വർഗമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5 സ്ക്വയർ ആണ് വരിക. 5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. ഇനി ഇവിടെ എന്താ വരിക? 14 സ്ക്വയർ ആണ് വരിക. പക്ഷെ 5 സ്ക്വയർ ഇവിടെ 14 സ്ക്വയർ 289 അല്ല. 14 നമുക്ക് എന്തല്ല? അഭാജ്യസംഖ്യയല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? ഇവിടെ 17 1 മിനിറ്റ്. നമുക്ക് അടുത്ത അഭാജ്യസംഖ്യ എന്താ വരിക? 13 കഴിഞ്ഞാൽ 14 15 അഭാജ്യമല്ല, 16 അല്ല, 17 ആണ് അല്ലെ? 17 സ്ക്വയർ എന്നുള്ളതാണ് വരിക. 17 സ്ക്വയർ എന്താണ്? 289 ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അഭാജ്യ സംഖ്യകളാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏതാണ്? ശ്രേണി നോക്കൂ. 1 2 5 16 65 അങ്ങനെ വരിക. അപ്പൊ എന്താണ്? ഈ ഒന്നിനെ എന്ത് പറയാം? 1 ആദ്യം അല്ലെ? പിന്നെ 1 ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ 2. ഇനി 2 ഇൻറ്റു 2 പ്ലസ് 1 അല്ലേ 5. പിന്നെന്താണ്? 5 ഇൻറ്റു 3 പ്ലസ് 1 അല്ലേ 16. ഇനി 16 ഇൻറ്റു 4 പ്ലസ് 1 അല്ലേ 65. അപ്പൊ ഇനി നമുക്ക് ഏതാ വരിക? അതായത് നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. 1 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 2 അല്ലേ? ഇനി അടുത്തത് എന്താ? 2 ഇൻറ്റു 2 പ്ലസ് 1 ഈക്വൽ ടു 5. ഇനി അടുത്തത് എന്താ? 5 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു 16 അല്ലേ? ഇനി 16 ഇൻറ്റു 4 പ്ലസ് 1 ഈക്വൽ ടു 65. അപ്പൊ ഇനി അടുത്തത് എന്താ നമുക്ക് വരിക? ഈ 65 ഇൻറ്റു അല്ലെ 1 2 3 4 കഴിഞ്ഞാൽ 5 പ്ലസ് 1 ആണ് നമുക്ക് എഴുതേണ്ടത്. 65 ഇൻറ്റു 5 എത്രയാ? 5 25 2 6 5 30 2 32 325 പ്ലസ് 1 അത് എത്രയാണ്? 326.
അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യയുടെയും ശരാശരി ഏത്? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം. അപ്പൊ 100 ആണ് ഏറ്റവും ചെറിയ സംഖ്യ, അല്ലെ? മൂന്നക്ക സംഖ്യ. ഇനി അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ വരിക നോക്കണം. അത് എത്രയാണ് വരിക? 2 ആണ് വരിക, അല്ലെ? അപ്പൊ ആ 2 കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 7 ആവുക? 5 കൂട്ടണം. അപ്പൊ 100ന്റെ കൂടെ 5 കൂട്ടിയതാണ് ഏറ്റവും ചെറിയത് വരിക, 105, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. ഇനി ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാ വരിക? 999 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പൊ എന്താണ്? 29, 4 7 28, 19 7 14. അപ്പൊ 5 റിമൈൻഡർ വന്നു, അല്ലെ? ഈ 5 എന്ത് ചെയ്യണം? അതിന്ന് മൈനസ് ചെയ്യണം. 999 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടുക. അതായത് 999 മൈനസ് 5, അത് എത്രയാണ്? 994. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണത്? ശരാശരിയാണ് കാണേണ്ടത്. അപ്പൊ ഈ 105 പ്ലസ് 994 ബൈ 2, അല്ലെ? 105 പ്ലസ് 994, അത് എത്ര വരാ? 5 4 9 9 10, 1099 ഡിവൈഡഡ് ബൈ 2. 1099 ബൈ 2 എത്ര വരാ? 2 10, അല്ലെ? 2 10. ഇനി 4 2 8. അപ്പൊ ബാക്കി 19 ആയി. 19 ആവുമ്പോ 9 2 18, പിന്നെ 10. അപ്പൊ പോയിന്റ് ഇടണം. 2 10. ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല വെച്ചെങ്കിൽ 1099 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് 549.5 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 49 സെന്റിമീറ്റർ ഇൻറ്റു 33 സെന്റിമീറ്റർ ഇൻറ്റു 24 സെന്റിമീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഒരു ഖര ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തി ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഗോളത്തിന്റെ ആരം എന്ത്? എങ്ങനെയാണ് നമുക്ക്? ചതുരക്കട്ടയുടെ വ്യാപ്തം നമുക്ക് അറിയാം LBH ആണെന്ന്. L ഇൻറ്റു B ഇൻറ്റു H ആണ് ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത്, അല്ലെ? അത് എത്രയാണ് ഇവിടെ വരുമ്പോ? 49 ഇൻറ്റു 33 ഇൻറ്റു 24 ആണ്. ഇനി ഗോളത്തിന്റെ വ്യാപ്തം എന്താ വരിക? ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 പൈ r³ ആണ്, അല്ലെ? അപ്പൊ ഈ r³ കണ്ടുപിടിച്ചാൽ നമുക്ക് r കണ്ടെത്താൻ സാധിക്കും, അല്ലെ? ഇത് എന്ന് പറയണത്, ഈ വ്യാപ്തം എന്ന് പറയണത് ഇതിനോട് തുല്യമാണ് എന്നാണ് പറഞ്ഞേക്കണത്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 4/3 പൈ r³ ഈക്വൽ ടു 49 ഇൻറ്റു 33 ഇൻറ്റു 24, അല്ലെ? അപ്പൊ പൈന് പകരം എന്ന് നമുക്ക് എന്ത് പറയാം? 22/7 എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് ഇവിടെ r³ എങ്ങനെയാ വരാ? 49 ഇൻറ്റു 33 ഇൻറ്റു 24. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇൻറ്റു 3/4, അല്ലെ? 3/4. ഇനി എന്താണ്? പൈ എന്ന് പറയുന്നത് 22/7 ആണ്. അപ്പൊ അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ 7/22 ആവും. അപ്പൊ ഇവിടെ 11 2s are 22, ഇവിടെ 11 3s are 33, ഇവിടെ 6 4 24, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും എന്ന് പറയുന്നത് ഇതാണെന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതുക? 7 ഇൻറ്റു 7 ആണ് 49. പിന്നെ ഒരു 7 കൂടി ഉണ്ട്, ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ 2, ഇതില് 3 പ്രാവശ്യമാവും, അല്ലെ? അപ്പം 3. ഇനി ഇതാണ് r³. അപ്പൊ 6 കണ്ടുപിടിക്കാൻ എന്താണ്? ഈ 3 എണ്ണത്തിന്ന് ഒരെണ്ണം എടുക്കുക, 7 ഇൻറ്റു ഈ 3 എണ്ണത്തിന്ന് ഒരെണ്ണം എടുക്കുക, 3. അപ്പൊ 7 ഇൻറ്റു 3 എത്രയാണ്? 21.
അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.